ഹലോ മക്കളെ, ഇത് ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ് 2025 ജെ അഡ്വാൻസ്ഡ് പേപ്പർ 2. ദിസ് ഇസ് ഫ്രം തെർമോഡൈനമിക്സ്. ഒരു ടിപ്പിക്കൽ തെർമോഡൈനമിക്സ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരുപാടെണ്ണം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവണം. പിസ്റ്റൺ, സിലിണ്ടർ, സ്പ്രിങ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവണം. സോ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. There is a thermally isolated container. There is a thermally isolated container with two compartments, the left compartment and right compartment. ഇതിൻ്റെ total length is given as L. Separated by a thermally conducting. നോക്കൂ, ഇവിടെ ഒരു thermally conducting പിസ്റ്റൺ ആണ്. അത് ആ ഒരു വാക്കിൽ തന്നെ കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. ഇൻസുലേറ്റഡ് ആണോ, തെർമലി കണ്ടക്റ്റിംഗ് ആണോ? തെർമലി കണ്ടക്റ്റിംഗ് ആണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് പോസിബിൾ. ഇതിൻ്റെ ഏരിയ എ ആണ്. ഇറ്റ്സ് മൂവബിൾ, ഇറ്റ് ക്യാൻ ബി മൂവ്ഡ്. അതായത് ഈ ഒരു പിസ്റ്റൺ ഇങ്ങനെ വെച്ചിട്ട് അതിനെ ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് മൂവ് ചെയ്യാൻ പറ്റും. ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കമ്പോണൻസ് ആർ ഫിൽഡ് വിത്ത് 3/2 and 1 mole of an ideal gas. ഇവിടെ 3/2 മോളാണുള്ളത്. ഇവിടെ 3/2 മോളുണ്ട്, ഇവിടെ 1 മോളാണ് ഒരു ഐഡിയൽ ഗ്യാസ്. ഇൻ ദ ലെഫ്റ്റ് കമ്പാർട്ട്മെൻറ്റ് പിസ്റ്റൺ ഈസ് അറ്റാച്ച്ഡ് ബൈ എ സ്പ്രിങ് വിത്ത് എ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കെ. അത് ചിത്രത്തിൽ കാണാം. ഇവിടെ ഒരു സ്പ്രിങ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കോൺസ്റ്റൻറ്റ് കെ ആണ്. നാച്ചുറൽ ലെങ്ത് ഈസ് 2L/5. 2L/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് ആക്ച്വലി അത് 0.4L ആണ്. അതിൻ്റെ ലെങ്ത് 0.4L ആണ്. കണ്ടെയ്നറിൻ്റെ മൊത്തം ലെങ്ത് L ആണ്. ഈ സ്പ്രിങ്ങിൻ്റെ നാച്ചുറൽ ലെങ്ത് 0.4L ആണ്. ഇൻ തെർമോഡൈനമിക് ഈക്വിലിബ്രിയം ഫൈനലി ഇത് സെറ്റിൽ ചെയ്തിട്ട് ഒരു ഈക്വിലിബ്രിയത്തിൽ വരും. ഓഫ് കോഴ്സ് അല്ലേ, ഫോഴ്സൊക്കെ ബാലൻസ് ചെയ്ത് ഈക്വിലിബ്രിയത്തിൽ വരും. അങ്ങനെ വന്നപ്പോൾ ദ പിസ്റ്റൺ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് L/2 ഫ്രം ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എഡ്ജസ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് L ആണ്. അത് ഈക്വിലിബ്രിയത്തിൽ വരുന്ന എത്രയാണെന്ന് നോക്കൂ. ഇവിടെ L/2 ആണ്. അപ്പോൾ ഇതും എന്തായിരിക്കണം? L/2. രണ്ട് സൈഡിലും ഈ വോള്യങ്ങൾ ഇപ്പോൾ ഈക്വലായി മാറി. അങ്ങനെ വരണമെങ്കിൽ എന്ത് സംഭവിക്കണം നോക്കൂ. ഞാനതിൻ്റെ ഇനീഷ്യൽ ഒരു പിക്ചർ വരയ്ക്കട്ടെ. ഇനീഷ്യലി ഇങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിസ്റ്റൺ. ഇവിടെ നാച്ചുറൽ ലെങ്ത് എത്രയാണ്? നാച്ചുറൽ ലെങ്ത്തിലാണ് ഈ സ്പ്രിങ് ഇരിക്കുന്നത്. സ്പ്രിങ്ങിൽ ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ നാച്ചുറൽ ലെങ്ത് എത്രയാണ്? 0.4L ആണ്. ബട്ട് ഈക്വിലിബ്രിയം ലെങ്ത് എത്രയാണ്? L/2 അല്ലേ? അതെത്രയാണ്? 0.5L അല്ലേ? സോ ദ സ്പ്രിങ് ഹാസ് ചേഞ്ച്ഡ് ഫ്രം 0.4L ടു 0.5L. ദറ്റ് മീൻസ് ഇറ്റ് ഗോട്ട് ഇലോങ്ങേറ്റഡ്. സ്പ്രിങ് ഗോട്ട് ഇലോങ്ങേറ്റഡ്. പിസ്റ്റൺ ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ സ്പ്രിങ് ഗോട്ട് ഇലോങ്ങേറ്റഡ്. ദ സ്പ്രിങ് ഗോട്ട് ഇലോങ്ങേറ്റഡ്. അതുകൊണ്ട് പിന്നെ സ്പ്രിങ്ങിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. ദിൽ ബി എ ഫോഴ്സ് ജനറേറ്റഡ് ഇൻ ദ സ്പ്രിങ്. ഞാൻ പറയട്ടെ, ഈ സ്പ്രിങ്ങിനെ നമ്മൾ ഇലോങ്ങേറ്റ് ചെയ്തു. ഇതിങ്ങനെ ഇലോങ്ങേറ്റ് ആക്കി. വാട്ട് ഈസ് ദ ഇലോങ്ങേഷൻ ഓഫ് ദ സ്പ്രിങ്? ഇലോങ്ങേഷൻ എന്ന് പറയുന്ന എക്സ് ആണ്. അത് ഫൈനൽ ലെങ്ത് ആയ 0.5L മൈനസ് ഇനീഷ്യൽ ലെങ്ത് 0.4L വിച്ച് ഈസ് ഈക്വൽ ടു 0.1L ഓർ L/10. ഇതാണ് ഇലോങ്ങേഷൻ. ആസ് എ റിസൾട്ട് ദർ വിൽ ബി എ ഫോഴ്സ്. ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ദർ വിൽ ബി എ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പിസ്റ്റൺ in this direction due to the spring. ഇത് Kx എന്ന് എഴുതാം. സ്പ്രിങ്ങിൻ്റെ ഫോഴ്സാണ്. നൗ രണ്ട് സൈഡിലും പ്രഷർ ഉണ്ടാകും. കോൾ ദിസ് പ്രഷർ ആസ് P1, ദിസ് പ്രഷർ ആസ് P2. P1 will exert a force in the rightward direction. This is P1 into A. P2 will exert a force in the leftward direction which is P2 into A. So there are three forces acting on the piston in the horizontal direction. P1A, P2A, Kx. ഈക്വിലിബ്രിയം ആവണമെങ്കിൽ എന്ത് വേണം നോക്കൂ. ഈക്വിലിബ്രിയം ആവണമെങ്കിൽ Kx plus P2A should be equal to P1 into A. സെറ്റല്ലേ? വാട്ട് ഈസ് Kx? K ഇൻറ്റു എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം, അത് L/10 ആണ്. ഈക്വൽ ടു P1 മൈനസ് P2 ഇൻറ്റു എ കിട്ടും. നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ്? കണ്ടുപിടിക്കേണ്ടത് പ്രഷർ ഇൻ ദ റൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആണ്. ദറ്റ് മീൻസ് ഈ P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ K ഇൻറ്റു L/10A ഈക്വൽ ടു P1 മൈനസ് P2 കിട്ടും. Now P1 P2 റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? കാരണം ഇത് തെർമൽ ഈക്വിലിബ്രിയത്തിലാണ്.
തെർമൽ ഇക്വിലിബ്രിയം രണ്ട് ഭാഗത്ത് ടെമ്പറേച്ചർ സെയിം ആണ്. സോ P1 ഇൻറ്റു വി ഈക്വൽ ടു NRT അല്ലേ. P1 ഇൻറ്റു വി, വി എന്ന് വെച്ചാൽ ഇതിൻ്റെ വോള്യൂമാണ്, രണ്ടിൻ്റെ വോള്യൂം ഇപ്പോൾ ഈക്വൽ ആണ്. L/2 ഇൻറ്റു A ആണ് വോള്യൂം, L/2 ഇൻറ്റു A ആണ് വോള്യൂം, സെയിം ആണ്. സോ റൈറ്റ് ഇറ്റ് ആസ് V1 ഈക്വൽ ടു വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ ദ ഫസ്റ്റ് വൺ? 3/2 RT ആണ്. 3/2 RT, T സെയിം ആയിരിക്കും. ഫോർ ദ സെക്കൻഡ് വൺ P2V ഈക്വൽ ടു 1 RT ആണ്. സോ we get a relation P1 by P2 equal to 3/2 കിട്ടും. And we are interested in P2, so we can eliminate P1. So P1 is nothing but 3/2 P2. Okay. So ഈ പോർഷനിൽ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാം. KL/10A is equal to P1 നമുക്ക് വേണ്ട, അത് 3/2 മൈനസ് 1 ഇൻറ്റു P2 ആയിരിക്കും. സോ വാട്ട് ഈസ് P2 ഈക്വൽ ടു KL/10A 3/2 minus 1, 1/2, that 2 will come into 2 വരും. Okay, so this is equal to 0.2 K into L/A. In the question they have given that this is equal to K into L/A into alpha. What is the value of alpha is what is asked. Alpha എത്രയാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൽഫയുടെ വാല്യൂ എത്രയായിരിക്കണം? ആൽഫയുടെ വാല്യൂ 0.2 ആയിരിക്കണം. ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഒറ്റയടിക്ക് കാണുമ്പോൾ ഒക്കെ പേടി തോന്നും, ബട്ട് അത് നോക്കൂ, വളരെ സിമ്പിളായിട്ട് ലോസ് ഓഫ് മോഷൻ്റെ ഒരു ഈക്വിലിബ്രിയം കേസ് അപ്ലൈ ചെയ്താൽ മതി. തെർമോഡൈനാമിക്സുമായിട്ട് അതിനാകെ ഈ ഒരു PV ഈക്വൽ NRT, വേറെ കാര്യമായ പ്രോസസ്സുകളോ ഒന്നും അതിൽ യൂസ് ചെയ്തിട്ടില്ല. I would say straightforward question which can be expected even in the mains examination. Okay, അന്ന് വിചാരിക്കട്ടെ. താങ്ക് യു.